കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും എക്സിറ്റ് പോളുകൾ വെറും പ്രവചനങ്ങൾ മാത്രമാണെന്നും മന്ത്രി പി രാജീവ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനങ്ങൾക്ക് പരാതികളില്ല. 10 വർഷമായി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ LDFന് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. ഒഞ്ചിയം രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഒഞ്ചിയം രക്തസാക്ഷികളുടെ 78ാമത് രക്തസാക്ഷിത്വ ദിനാചരണം CPI നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. കണ്ണൂക്കരയിൽ നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ഒഞ്ചിയം രക്തസാക്ഷി നഗറിൽ സംഗമിച്ചു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്ന് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന് പരമാവധി 80 സീറ്റുകൾ വരെയാണ് സർവേകൾ പ്രവചിച്ചതെന്നും താൻ പോലും തോൽക്കുമെന്ന് പ്രവചിച്ച സർവേകൾ ഉണ്ടായിരുന്നുവെന്നും ഒറിജിനൽ ഫലം 4-ാം തീയതി വരുമെന്നും 10 വർഷക്കാലം ഭരണവിരുദ്ധ വികാരമില്ലാതെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ആ കണക്ക് ഇങ്ങനെയാണല്ലോ, ഈ കണക്ക് കൂട്ടുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും വരാനുണ്ടോ? വരാനുള്ളത് ഒരു 4-ാം തീയതി വരും. അതാണ് ഒറിജിനലായിട്ട് വരുന്നത്. കഴിഞ്ഞാണ് എല്ലാവരും പരമാവധി വലിച്ചു നീട്ടിട്ട് നമുക്ക് 80 കിട്ടിയത്. ചിലര് നേരത്തെ തന്നെ കുറെ ഞങ്ങളെല്ലാം തോൽപ്പിച്ചതാണ്, ഈ മനോരമയൊക്കെ കഴിഞ്ഞ ഓണം. പക്ഷെ വലിച്ചു നീട്ടിയിട്ട് 80 കഴിഞ്ഞ 21 കിട്ടിയത്. എക്സിറ്റ് പോൾ നമുക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ, 99. ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് വിവരം ശേഖരിച്ചെന്നും അവകാശപ്പെടുന്നത് മനോരമയാണ്. 200 പേരുന്നാണ് ഒരു മണ്ഡലത്തിൽ. എന്നുവെച്ചാൽ 28,000 പേരിൽ നിന്ന് 28,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 140 മണ്ഡലങ്ങളിൽ 28,000, 150 200 എന്ന് പറഞ്ഞ് 28,000, 200 പേരുന്നാണ്. ഫോൺ വിളിച്ചിട്ട് ഫോണിൽ കുത്തുന്നതാണത്. കുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആകെ 100 അപ്പുറത്ത് വനവാസം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നോക്കിയിട്ടും ഭരണവിരുദ്ധ വികാരം. എന്നിട്ടൊന്നും ചിലരിപ്പോ ഒരു സർവേയുടെ റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി. ചിലർക്ക് പുറത്തുള്ളവരാണ്, അവർ റിപ്പോർട്ട് അയച്ച് ഞാൻ വായിച്ചു പോയി. ഭരണവിരുദ്ധ വികാരമില്ല. പിന്നെന്താ, മുഖ്യമന്ത്രി പൊതുയോഗത്തിൽ പറഞ്ഞപ്പോൾ അതിനെതിരെ ചില വികാരം ഉണ്ടാവും. ചിലത് പറഞ്ഞു നോക്കിയപ്പോഴോ ഏറ്റവും മികച്ച ആള് മുഖ്യമന്ത്രിയാകാൻ ഈ എല്ലാ സർവേയിലും പുറത്തും ഒരേ ഒരാളുള്ളൂ, അത് പിണറായി വിജയനാണ്. എല്ലാ സർവേയിലും ഇപ്പൊ ഭരണവിരുദ്ധ വികാരമില്ല, മുഖ്യമന്ത്രി വിരുദ്ധ വികാരമില്ല. പക്ഷെ കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എത്ര കൂട്ടി കുറയ്ക്കാൻ നോക്കിയിട്ടും 69 വരെ എത്തിയിട്ടുണ്ട്. 100 മുകളിലേക്ക് വലിച്ചു നീട്ടാൻ പരമാവധി ശ്രമിച്ചിട്ട് 95-ലാണ് UDFന്റെ പത്രം നടക്കുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളിലല്ല നമ്മൾ നോക്കേണ്ടത്. ഒപ്പീനിയൻ പോൾ വരുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് നോക്കണം. ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ചിലപ്പോൾ ശരിയായില്ല, ശാസ്ത്രീയമല്ലെങ്കിൽ ഒപ്പീനിയൻ പോൾ വരുമ്പോൾ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടോ വോട്ടർമാരെ, എന്നാൽ അതിനകത്ത് നമുക്ക് ഇടപെടേണ്ടതുണ്ടോ, കാര്യങ്ങളുണ്ടോ നോക്കാം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ജനങ്ങളെ സമീപിച്ചത്. എതിരായിട്ട് പറയാൻ ഒരു കാര്യവും വസ്തുതാപരമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിശദാംശങ്ങളിലേക്കും പോലും എന്തായാലും ജനങ്ങൾ വോട്ടൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. നല്ല രീതിയിൽ കേരളം വീണ്ടും പോകട്ടെ എന്നാണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് ശരിയായ പോലെ നമുക്ക് 4-ാം തീയതി അറിയാം. അത് കേരളത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും അനുയോജ്യമായിട്ട് വിധിയെടുത്ത് തന്നെയായിരിക്കും കേരളം നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത്. ചടങ്ങിൽ KK ലതിക, M മെഹബൂബ്, VS സുനിൽകുമാർ, P ഗവാസ്, TP ബിനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്
എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.